കക്കോടി പഞ്ചായത്തിലെ മോരിക്കരയിൽ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾ ഒന്ന് വിയർക്കും. ഫുട്ബോൾ സ്റ്റേഡിയം നൽകുന്നവർക്ക് മാത്രമേ വോട്ടുള്ളൂ എന്നതാണ് നാട്ടിലെ ചെറുപ്പക്കാർക്ക് പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിൽ മൂരിക്കര ഭാഗത്ത് വരുന്ന ഒരു കൂട്ടം യുവാക്കൾ വ്യത്യസ്തമായൊരു ആവശ്യമുന്നയിച്ചാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കാരണം അവർക്ക് കളിക്കാൻ ഒരു കളിസ്ഥലമില്ല. ഈ കളിസ്ഥലത്തിന് വേണ്ടി അവർക്കൊപ്പം ആര് നിൽക്കുമോ ആ ആളുകൾക്ക് അവർ വോട്ട് ചെയ്യും. അതിപ്പോൾ LDF ആവട്ടെ, UDF ആവട്ടെ, NDA ആവട്ടെ. ഞങ്ങൾക്കിവിടെ ഒരു 100 ചിക്കന്മാരുണ്ട്. ഇവിടെ കളിക്കാനൊരു സ്ഥലമില്ല, അതാണ് മെയിൻ പ്രശ്നം. ഞങ്ങളിപ്പോൾ റൂട്ട് അവിടെ നിന്നൊക്കെ തട്ടി കളിക്കുക. അപ്പോൾ കളിക്കാനുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന ആർക്കാണോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾ കോഴിക്കോട് വെച്ച് ഏറ്റവും വലിയ കപ്പിൻ്റെ ടൂർണമെൻറ്റ് നടത്തിന് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം. അപ്പോൾ അത്രയും ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഗ്രൗണ്ട് വേണം. വലിയ അനുകൂലമായി തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ടൂർണമെൻറ്റ് ഇവരിവിടെ കളിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ നടക്കാനുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഒരു പറമ്പിൽ വെച്ചിട്ടാണ്. പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടായി നിൽക്കുന്ന ഒരു പറമ്പിൽ വെച്ചിട്ട് അത്രയും പരിമിതമായ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇവരിവിടെ കളിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് ഇപ്പം ഞങ്ങളവിടെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമായിട്ട് മാറുകയാണ്. ഇവിടെ 3 സ്ഥലത്തൊക്കെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയില്ല. അവർ കളിക്കാൻ ആരാണോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് എല്ലാവിധ സപ്പോർട്ട് ഞങ്ങൾ ഭാഗത്തുണ്ടാവും. ഏതായാലും ഇവരുടെയൊക്കെ ഈ കൂട്ടായ്മ കണ്ടിട്ട് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്നെ ഈ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഒക്കെ കൂടെ കളിച്ച് വളർന്ന ഒരാളാണ്. ആ സ്ഥാനാർത്ഥി കൂടി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി നമ്മൾ തേടേണ്ടതുണ്ടല്ലോ. ഞാൻ ഒരു പുതുക്കക്കാരനാണ്, ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പം എന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇവരെ കൂടെ 101% അതിൻ്റെ പിറകിൽ ഞാൻ ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി ഉടനെത്തി ഇവരെ കണ്ട് ഇവരുടെ ആവശ്യങ്ങളൊക്കെ അവരുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഏതായാലും ഇവർക്കൊരു ഗ്രൗണ്ട് സാർത്ഥകമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കും കരുതാം. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം PL കിരൺ, മീഡിയ 1 കോഴിക്കോട്.